സുപ്രസിദ്ധ ഇംഗ്ലീഷ് കവി ജോൺ കീറ്റ്സ് എഴുതിയ ഒരു ഗീതകമാണ് ടു ഓട്ടം. ടു ഓട്ടം ഈസ് എൻ ഓഡ്. ഓട്ടം അഥവാ ശരത്കാലം എന്ന് പറയുന്ന ഋതുവിനെ പ്രകീർത്തിച്ച് എഴുതിയ ഒരു പ്രകീർത്തന ഗാനമാണ്, അല്ലെങ്കിൽ ഒരു വാഴ്ത്തുപാട്ടാണ് ടു ഓട്ടം. ഓട്ടം എന്ന് പറയുന്നത് ഒരു ഋതുവാണ്. നമ്മുടെ ഉഷ്ണമേഖലാ രാജ്യങ്ങൾക്ക് പുറത്ത് യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തേക്ക് ഉള്ള പ്രയാണത്തിനിടയിൽ വരുന്ന ഋതുവാണ് ശരത്കാലം. കുറഞ്ഞ പകലുകളും തണുപ്പ് വീഴുന്നു തുടങ്ങുന്ന സായന്തനങ്ങളും ആണ് ശരത്കാലത്തിൻ്റെ പ്രത്യേകത. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്, അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലാണ് ഓട്ടം നമുക്ക് പ്രകടിതമാകുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഏതാണ്ട് ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ തണുപ്പും സൂര്യപ്രകാശം അല്ലെങ്കിൽ പകലിൻ്റെ കുറവും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഋതുവിനെ അതിൽ സാധാരണമായ ദൃശ്യങ്ങൾ, സാധാരണമായ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ സാധാരണമായ ഫലങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിവരിക്കുന്ന അതിമനോഹരമായ ഒരു ഗീതമാണ് ടു ഓട്ടം. ഇവിടെ പ്രകൃതിയെ ഒരു റൊമാൻറ്റിക് പോയറ്റായ ജോൺ കീറ്റ്സ് റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല, കാൽപ്പനികവൽക്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രകൃതിയെ വളരെയധികം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി റിയലിസ്റ്റിക്കായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. 11 വരികളടങ്ങിയ 3 ഭാഗങ്ങളുള്ള ഒരു ഓഡ് ആണ് ഇത്. ഈ 3 ഭാഗങ്ങളും 3 വിവിധ കാര്യങ്ങൾ വിവരിക്കുന്നതിലൂടെയും അതോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള കവിതയുടെ പുരോഗതിയെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ, പ്രോഗ്രഷനെ സൂചിപ്പിക്കുന്നത് കൊണ്ടും ഇത് അങ്ങേയറ്റം ശില്പഭദ്രമായ ഒരു കവിതയാണ് എന്ന് നമുക്ക് പറയാം. ആദ്യത്തെ ഖണ്ഡിക പ്രഭാതത്തെയും രണ്ടാമത്തെ ഖണ്ഡിക ഉച്ചതിരിഞ്ഞ മധ്യാഹ്നത്തിന് ശേഷമുള്ള സമയത്തെയും മൂന്നാമത്തെ ഖണ്ഡിക സായന്തനത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെയും കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കവിത ധ്യാനാത്മകമായ ഒരു മരണചിന്തയാണ് എന്നുകൂടി പറയുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഓട്ടം എന്ന് പറയുന്നത് ശൈത്യകാലത്തിന് മുൻപ് വരുന്നു. ശൈത്യകാലം എന്ന് പറയുന്നത് കവികളും അതുപോലെ തന്നെ കാവ്യഭാവനയും സാഹിത്യഭാവനയും ഒക്കെ തന്നെ മരണവുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. അപ്പോൾ മരണത്തിന് മുൻപുള്ള ധ്യാനാത്മകമായ ചിന്തകളുടേതായ കവിത എന്ന നിലയ്ക്ക് കൂടി ജോൺ കീറ്റ്സ് 1819 സെപ്റ്റംബർ മാസം 19-ാം തീയതി എഴുതിയ ഈ കവിതയെ നമുക്ക് കാണാം. നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം. നന്ദി. രണ്ടാമത്തെ ഖണ്ഡികയാണിത്. 11 വരികളിലായി നാം ശരത്കാലത്തെ പരിചയപ്പെടുകയാണ്. ശരത്കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. സീസൺ ഓഫ് മിസ്റ്റ്സ് ആൻഡ് മെല്ലോ ഫ്രൂട്ട്ഫുൾനെസ്. മഞ്ഞിൻ്റെയും മൂടൽമഞ്ഞിൻ്റെയും അതുപോലെ തന്നെ പഴങ്ങൾ പാകമാകുന്നതിൻ്റെയും കാലമേ എന്നാണ് കവി ഓട്ടമിനെ വിളിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഓട്ടം ശരത്കാലം മെച്ചുറിങ് സൺ, സൂര്യൻ്റെ ഉറ്റ ചങ്ങാതിയാണ് എന്നുകൂടി കവി സൂചിപ്പിക്കുന്നുണ്ട്. സൂര്യന് ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത് മെച്ചുറിങ് സൺ എന്നാണ്. മെച്ചുറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 അർത്ഥമുണ്ട്. സൂര്യൻ ഏജിങ് ആയിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ ഓട്ടത്തിന് ശേഷം വരുന്ന ശൈത്യകാലത്ത് സൂര്യൻ കൂടുതൽ ക്ഷീണിതനും അപ്രത്യക്ഷനുമാകുന്നത് കൊണ്ട് ഇത് സൂര്യൻ വയസ്സാകുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ്. വേറൊന്ന്, സൺ ഈസ് മെച്ചുറിങ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന രീതിയിൽ മറ്റുള്ളതിനെയൊക്കെ മെച്ചുർ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ പാകമാക്കുന്ന സൂര്യൻ എന്ന രീതിയിലും നമുക്ക് കാണാം. ബൂസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്ത് എന്നാണ്. ഈ ഓട്ടം അഥവാ ശരത്കാലം സൂര്യൻ എന്ന തൻ്റെ സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നതായി കവി പറയുന്നുണ്ട്. കൺസ്പയറിംഗ് വിത്ത് ഹിം, ഓട്ടം ഈസ് കൺസ്പയറിംഗ് വിത്ത് ഹിം ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ് വിത്ത് ഫ്രൂട്ട്സ് ദ വൈൻസ് ദാറ്റ് റൗണ്ട് ദ താച്ചീവ്സ് റൺ. താച്ചീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇറയം അല്ലെങ്കിൽ ഇറമ്പുകളാണ്. ഓട് ഇട്ട വീടാണെങ്കിലും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത വീടാണെങ്കിലും ചുമരിൽ നിന്ന് മുന്നിലേക്ക് നിൽക്കുന്ന മേൽക്കൂരയുടെ ഭാഗങ്ങളാണ്. അതിലൂടെ
പണ്ട് മുന്തിരിവള്ളികൾ പടർത്തിവിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള മുന്തിരിവള്ളികളിൽ കായ്ഫലമുണ്ടാക്കാൻ സൂര്യനുമായി ശരത്കാലം ഗൂഢാലോചന നടത്തുന്നു. ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ് വിത്ത് ഫ്രൂട്ട്സ് ദ വൈൻസ് ദാറ്റ് റൗണ്ട് ദ താച്ചീവ്സ് റൺ. ഇതാണ് അവരുടെ ഗൂഢാലോചന. കഴിഞ്ഞിട്ടില്ല. ടു ബെൻഡ് വിത്ത് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ്. കോട്ടേജുകളിലുള്ള മോസ്റ്റ് പായൽ പിടിച്ച മരങ്ങൾ ആപ്പിളുകൾ നിറഞ്ഞ് കുനിയുന്നു. ബെൻഡ് ആൻഡ് ഫിൽ ഓൾ ഫ്രൂട്ട് വിത്ത് റൈപ്നെസ് ടു ദ കോർ. എല്ലാ ഫലങ്ങളെയും, എല്ലാ തരത്തിലുമുള്ള ഫലങ്ങളെയും അതിൻ്റെ അന്തരാളം വരെ അല്ലെങ്കിൽ അതിൻ്റെ കോർ വരെ മധുരം നിറയ്ക്കുന്നത്, റൈപ്നെസ് പഴുപ്പിക്കുന്നത് സൂര്യനും ഈ സീസണും ചേർന്നാണ്. അവിടെ ടു സെൽ ദ ഗൗഡ്, അവ പലതരത്തിലുള്ള ഫലങ്ങൾ, കായ്കറികൾ ഉണ്ടാക്കുന്നുണ്ട്. ഗൗഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുമ്പളങ്ങ വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ മത്തങ്ങ വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ വെള്ളരിക്ക വിഭാഗത്തിൽപ്പെടുന്ന, അതുപോലെ തന്നെ തണ്ണിമത്തൻ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാത്തിനെയുമാണ് ഗൗഡ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്ലം ദ ഹേസൽ കേർണൽ, ഹേസൽ ഷെൽസ്, പ്ലം ദ ഹേസൽ ഷെൽസ്. ഹേസൽ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു നട്ട് ആണ്. ആ ഹേസൽ നട്ടിൽ, ഷെല്ലുകളിൽ പ്ലംബാക്കുന്നത്, ഫലഭൂയിഷ്ടമാക്കുന്നത്, അതിനെ തടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതും സൂര്യനും ശരത്കാലവും ചേർന്ന് വിത്ത് എ സ്വീറ്റ് കേർണൽ. അതിൻ്റെ ആ കേർണൽ അല്ലെങ്കിൽ അതിൻ്റെ കോർ അതിമനോഹരമാക്കി മധുരതരമാക്കുന്നത് സൂര്യനാണ്. ആൻഡ് ടു സെറ്റ് ബഡിങ് മോർ ആൻഡ് സ്റ്റിൽ മോർ ലിറ്റിൽ ഫ്ലവേഴ്സ് ഫോർ ദ ബീസ്. അപ്പോൾ ഈ പഴങ്ങൾ മാത്രമല്ല, മറ്റ് നട്ട്സ് മാത്രമല്ല, പൂവുകളിൽ മധുരം നിറയ്ക്കുന്നതും സൂര്യനാണ്. അവരുടെ അടുത്ത ഗൂഢാലോചന അതാണ്. ടു സെറ്റ് ബഡിങ് മോർ ആൻഡ് സ്റ്റിൽ മോർ ലേറ്റർ ഫ്ലവേഴ്സ്. കൂടുതൽ പൂക്കൾ, വസന്തകാലത്തിൻ്റെ പൂക്കൾ ഓട്ടമിൽ ശരത്കാലത്തുണ്ടാകുമ്പോൾ അത് ലേറ്റ് എന്നാണ് നമ്മൾ പറയുക. അത്തരത്തിലുള്ള പൂക്കളിൽ കൂടുതൽ തേൻ നിറയ്ക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ബീസ്, തേനീച്ചകൾക്ക് വേണ്ടി. എന്താണ് അപ്പോൾ ഉണ്ടാകുന്ന ഫലം? Until they think warm days will never cease, for summer has overbrimmed their clammy cells. ഈ വസന്തകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ശരത്കാലത്തൊക്കെ കൂടി ഇത്രയും തേന് കിട്ടുമ്പോൾ തേനീച്ചകൾ ഈ തേനൊക്കെ കൂടി കൊണ്ടുപോയി ശേഖരിച്ച് തേൻ കൂടുകളിലാക്കും. അപ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ തേൻകൂടുകൾ, അവരുടെ തേനീച്ചക്കൂടുകൾ നിറഞ്ഞു കവിയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇനി ഒരിക്കലും ശൈത്യം വരികയില്ല, ഈ വസന്തകാലവും അല്ലെങ്കിൽ വേനൽക്കാലവും ഒരിക്കലും അവസാനിക്കുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ക്ലാമി സെൽസ് എന്ന് പറഞ്ഞാൽ ഈ തേൻ ഉള്ളതുകൊണ്ട് നിറഞ്ഞ് നനഞ്ഞ സെല്ലുകളെയാണ് ക്ലാമി സെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഖണ്ഡികയിൽ സൂര്യനുമൊത്ത് ചേർന്ന് ചെടികളിലും സസ്യങ്ങളിലും പഴങ്ങൾ ഉണ്ടാക്കാനും പൂക്കളിൽ തേൻ നിറയ്ക്കാനും ഗൂഢാലോചന നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശരത്കാലത്തെ കവി കണ്ടതെങ്കിൽ, രണ്ടാമത്തെ ഖണ്ഡികയിൽ കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തിയായിട്ടാണ് ശരത്കാലത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെയും പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്ന അലങ്കാരം നമുക്ക് ധാരാളമായി കാണാം. Who hath not seen thee oft amid thy store? Sometimes whoever seek abroad may find thee sitting careless on a granary floor, thy hair soft lifted by the winnowing wind. ശരത്കാലത്തിൻ്റെതായ സങ്കേതങ്ങളിൽ നിന്നെ കാണാത്തത് ആരാണ് എന്നാണ് കവി ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും നിന്നെ കണ്ടിരിക്കുന്നു. ദി എന്ന് പറയുന്നത് ഒരു പഴയ ആർക്കൈക് യൂസേജാണ്, യു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹൂഎവർ സീക്സ് എബ്രോഡ് മേ ഫൈൻഡ്, എബ്രോഡ് എന്ന് പറയുന്നത് വിദേശം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ശരത്കാലത്തിൻ്റെ സങ്കേതങ്ങൾ എന്ന അർത്ഥത്തിലാണ്, ഒരു വൈഡ് ഏരിയ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും തിരഞ്ഞാൽ നിന്നെ കണ്ടിരിക്കും.
എങ്ങനെയാണ് കാണുന്നത്? ഒരു കളപ്പുരയുടെ നിലത്ത് പണി കഴിഞ്ഞുകൊണ്ടായിരിക്കാം അശ്രദ്ധനായിരിക്കുന്ന നിന്നെയാണ് കാണുന്നത്. നിന്റെ മുടി അവിടെ ധാന്യം കാറ്റത്തിടുന്ന കാറ്റിൽ ഉയർന്നു പൊങ്ങുന്നത് കാണാം. വളരെ മനോഹരമായ ഒരു ദൃശ്യമായിട്ട് നമുക്കിതിനെ കാണാം. വിനോയിങ് എന്ന് പറയുന്നത് ബ്ലോയിങ് ആണ്. ദ വിൻഡ് ഈസ് ബ്ലോൺ ടു മേക്ക് ദ ഗ്രെയിൻ ആൻഡ് ഷാഫ് സെപ്പറേറ്റ്. അപ്പോൾ അങ്ങനെ ഈ നെല്ലും പതിരും തിരിച്ച് മാറ്റാൻ വേണ്ടി കാറ്റത്തിടുന്ന ആ കാറ്റിൽ അശ്രദ്ധനായി ഈ ഗ്രാനറിയുടെ അഥവാ കളപ്പുരയുടെ താഴെ നിലത്തിരിക്കുന്ന നിൻ്റെ മുടി ഉയർന്നു പൊങ്ങുന്നു എന്ന മനോഹരമായ ഒരു ഇമേജ് അവിടെ കവി വരച്ച് കാണിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ കവി പറയുന്നത് ശരത്കാലത്തെ കാണാവുന്നത് ഓൺ എ ഹാഫ് റീപ്ഡ് ഫറോ ഓഫ് സൗണ്ട് ഓഫ് സ്ലീപ്പ് drowsed with the fume of poppies while thy hook spares the next swath and old stained flowers. കൊയ്ത്തുപണിക്കിടെ പോപ്പി പുഷ്പങ്ങളുടെ അതിസുഗന്ധമേറ്റ് മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന അവസ്ഥയിലാണ് നിന്നെ കാണാൻ കഴിയുക എന്നാണ് പറയുന്നത്. പോപ്പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ കോഡീൻ, മോർഫീൻ തുടങ്ങിയൊക്കെ എടുക്കുന്ന വളരെ മനുഷ്യൻ്റെ താൽക്കാലികമായി മനുഷ്യനെ മയക്കാനുള്ള കഴിവുള്ള സുഗന്ധങ്ങൾ നിറഞ്ഞ പൂക്കളാണ് പോപ്പി എന്ന് പറയുന്നത്, കറുപ്പ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ പകുതി കൊയ്ത ഒരു നിരയിൽ അഗാധമായി ഉറക്കത്തിൽ കിടക്കുന്നതായി ഉറങ്ങിക്കിടക്കുന്നതായി നിന്നെ കാണാം. വൈൽ ദൈ ഹൂക്ക്, അരിവാൾ, ഹൂക്ക് എന്ന് പറഞ്ഞാൽ അരിവാളാണ്. അടുത്തതായി കൊയ്യേണ്ട ആ ധാന്യത്തെയും അതിൽ കെട്ടുപണഞ്ഞു നിൽക്കുന്ന കളകളെയുമൊക്കെ ഒഴിവാക്കി ആ ഹൂക്ക് അവിടെ കിടക്കുന്നു, നീ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു എന്ന രീതിയിലാണ് കവി പറയുന്നത്. ആൻഡ് സംടൈംസ് ലൈക്ക് എ ഗ്ലീനർ ദൗ ഡസ്റ്റ് കീപ് സ്റ്റഡി ദൈ ലെയ്ഡൻ ഹെഡ് അക്രോസ് എ ബ്രൂക്ക് ഓർ ബൈ എ സൈഡർ പ്രസ് വിത്ത് പേഷ്യൻ ലുക്ക് ദൗ വാച്ചസ് ദ ലാസ്റ്റ് 2 6 hours ബൈ അവേഴ്സ്. ഇത് ഈ വരാൻ പോകുന്ന ശൈത്യകാലത്തേക്ക് വേണ്ടി ചെയ്യുന്ന ചില കാർഷിക പ്രവർത്തികളെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് കൊയ്ത്തു കഴിഞ്ഞ കറ്റ തലയിലേറ്റിക്കൊണ്ട് അരുവി മുറിച്ച് കടക്കുന്നതായി നിന്നെ കാണാം. ഇവിടെയും പെർസോണിഫിക്കേഷനാണ് വർക്ക് ചെയ്യുന്നത്. ഗ്ലീനർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കറ്റയിൽ നിന്ന് ഊർന്നുപോയ കതിർമണികൾ പെറുക്കിയെടുക്കുന്നവരെയാണ് ഗ്ലീനർ എന്ന് പറയുക. പക്ഷേ ഇവിടെ ഗ്ലീനർ എന്നുള്ള അർത്ഥത്തിൽ അത്തരത്തിലുള്ള കറ്റകൾ ശേഖരിച്ച് കെട്ടി തലയിൽ ലെയ്ഡൻ ഹെഡ്, തലയിൽ ഭാരവുമായി അരുവി മുറിച്ച് കടന്നു പോകുന്ന നിന്നെ കാണാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സൈഡർ പ്രസ് എന്ന് പറയുന്നത് ഈ ആപ്പിളുകളുടെ ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്പിൾ ജ്യൂസ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ സൈഡർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ വൈനാണ്. ഈ ആപ്പിൾ വൈൻ സാധാരണഗതിയിലൊരു പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നതാണ് വരാൻ പോകുന്ന കാലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈഡർ പ്രസ്സിൽ ഒരുപക്ഷെ വൈകുന്നേരമാണെങ്കിലും ശൈത്യകാലത്തിന് വരവിന് മുമ്പായി എത്രയും പെട്ടെന്ന് ആപ്പിൾ ജ്യൂസ് എടുത്ത് വൈനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആപ്പിളിനെ ജ്യൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പേഷ്യൻ ലുക്ക്, വളരെ ക്ഷമാപൂർവം അവിടെ കാത്തിരിക്കുന്നതായി നിന്നെ കാണാം. ദൗ വാച്ചസ് ലാസ്റ്റ് 2 6 hours ബൈ അവേഴ്സ്. എത്രയോ സമയം ഇങ്ങനെ ഈ ആപ്പിളിൽ നിന്നുള്ള ജ്യൂസ് ഇങ്ങനെ ഊസ് ചെയ്ത് കിനിഞ്ഞിറങ്ങുന്നത് നോക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരത്കാലത്തെ ഏറ്റവും സാധാരണമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളെയാണ് ശരത്കാലത്തിൻ്റെ പ്രതീകങ്ങളായി കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. This is the third stanza of the poem. Where are the songs of spring? Hey, where are they? Think not of them, thou hast thy music too. എവിടെയാണ് വസന്തത്തിൻ്റെ ഗീതങ്ങൾ എന്നാണ് കവി ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും കവി തന്നെ പറയുന്നുണ്ട്, തിങ്ക് നോട്ട് ഓഫ് ദം, ദൗ ഹാസ് ദൈ മ്യൂസിക് ടു. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, ബിക്കോസ് ഓട്ടം ഹാസ് ഇറ്റ്സ് ഓൺ മ്യൂസിക് ടു. ഓട്ടത്തിൻ്റെ ശരത്കാലത്തിൻ്റെ സംഗീതമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത്. While barred clouds bloom the soft dying day and touch the stubble plains with rosy hue, then in a wailful choir the small gnats moan among the river shallows, borne aloft or singing as the
ലൈറ്റ് വിൻ ലീവ്സ് ഓർ ഡൈസ്. ശരത്കാലത്തിൻ്റെ മനോഹരമായൊരു ചിത്രമാണിത്. വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ബാൾ ക്ലൗഡ്സ് ബ്ലൂം ദ സോഫ്റ്റ് ഡൈയിങ് ഡേ. മൃതിയടഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസത്തെ ആകാശത്തിൽ ബാർ ക്ലൗഡ് സ്ട്രിപ്സിനെയാണ് ബാർ ക്ലൗഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിവശത്തൊക്കെ വരയിട്ടതുപോലെയുള്ള മേഘക്കൂട്ടങ്ങൾ. ദേ ബ്ലൂം ഇൻ ദ സോഫ്റ്റ് ഡൈയിങ് ഡേ സ്കൈ. അവിടെ അത് പൂക്കുകയാണ്. ആൻഡ് ടച്ച് ദ സ്റ്റബിൾ പ്ലെയിൻസ് വിത്ത് റോസി ഹ്യൂസ് ആഫ്റ്റർ ദ ഹാർവെസ്റ്റ്. വിളവ് കഴിഞ്ഞ് സ്റ്റബിൾ പ്ലെയിൻസ്, കുറ്റികൾ നിറഞ്ഞിരിക്കുന്ന വയലുകളെ ഒരു റോസി കളർ അണിയിക്കുന്നു. ആ സമയത്താണ് ദെൻ ഇൻ എ വെയിൽഫുൾ കോയർ ദ സ്മോൾ നാറ്റ്സ് മൗൺ എമംഗ് ദ റിവർ സാലൂസ്. അപ്പോഴാണ് ഒരു വെയിൽഫുൾ കോയർ, വെയിൽഫുൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, വിലാപം പോലെ, വെയിൽഫുൾ കോയർ എന്ന് പറഞ്ഞാൽ സംഗീതം, സംഘഗാനം പോലെ, വൃന്ദഗാനം പോലെ, ഗായക സംഘം പോലെ. ദ സ്മോൾ നാറ്റ്സ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ചീവീട് പോലെയുള്ള ഒരു ജീവിയാണ്. പ്രത്യേകിച്ച് വയലിലും ചതുപ്പിലുമൊക്കെയാണ് അവ ജീവിക്കുന്നത്. അവയിങ്ങനെ ഈ സാലോ മരങ്ങൾ, വയലോരത്ത് നിൽക്കുന്ന നദിയോരത്ത് നിൽക്കുന്ന സാലോ മരങ്ങൾ, അവയുടെ കൊമ്പുകൾ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിലേക്ക് പൊന്തിയും ചിലപ്പോൾ ഒന്ന് ഉയർന്നും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളൊരു വില്ലോ മരത്തിനെയാണ് സാലോ എന്ന് പറയുന്നത്, റിവർ സാലോ. അതിൻ്റെ കൊമ്പുകൾക്കിടയിലിരുന്നും മറ്റുമായി ഈ ചീവീട് പോലെയുള്ള ജീവികൾ അവയുടെ സംഗീതം ഉയർത്തുന്നു. ആ സംഗീതം ഒരു വിലാപഗീതം പോലെയാണ്, മൗൻ എന്നാണ് കവിക്ക് തോന്നുന്നത്. അത് ശരത്കാലത്തിൻ്റെ സംഗീതമായിട്ടാണ് കവി നോക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഫുൾ ഗ്രോൺ ലാംസ് ലൗഡ് ബ്ലീഡ് ഫ്രം ഹില്ലി ബൗൺ. പർവ്വത പാർശ്വങ്ങളിൽ നിന്ന് ആടുകളുടെ ബ്ലീറ്റിംഗ് കേൾക്കാം എന്നാണ് പറയുന്നത്. ബൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ പാർലർ എന്നുള്ള അർത്ഥത്തിലാണ്. അവയുടേതായ പാർലറിൽ നിന്ന് മലഞ്ചെരുവുകളിൽ, മലയിടുക്കുകളിലുള്ള അവയുടെ സങ്കേതങ്ങളിൽ നിന്ന് ഫുൾ ഗ്രോൺ ലാംസ്, വളരെ വളർന്ന ആടുകൾ. അപ്പോഴും ലാംസ് എന്നാണ് പറയുന്നത്, മുതിർന്ന ആട്ടിൻ കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ സംഗീതം. ഹെഡ്സ് ക്രിക്കറ്റ് സിംഗ്. പിന്നെ നേരത്തെ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ചീവീടുകൾ അവ പാടുന്നു. ആൻഡ് നൗ വിത്ത് ട്രബിൾസ് ഓഫ് ദ റെഡ് ബ്രസ്റ്റ് വിസിൽസ് ഫ്രം എ ഗാർഡൻ ക്രോഫ്റ്റ്. പൂന്തോട്ടത്തിൽ എവിടെയോ ഒരു മരത്തിൽ ഒളിഞ്ഞിരുന്ന് റെഡ് ബ്രസ്റ്റ്, റോബിൻ ദ റെഡ് ബ്രസ്റ്റ് എന്ന് പറയുന്ന പക്ഷി പാടുന്നു. അതിൻ്റെ ട്രബിൾ സോഫ്റ്റായ എന്നാൽ ട്രബിൾ നിറഞ്ഞ ആ ശബ്ദം കേൾക്കാം. ഇനി വേറൊരു സംഗീതം. ആൻഡ് ഗ്യാദറിങ് സാലോസ് ടീച്ചർ ഇൻ ദ സ്കൈസ്. സാലോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുരുവി പോലെയുള്ള പക്ഷികൾ, മൈഗ്രേറ്റിംഗ് ആയിട്ടുള്ള പക്ഷികൾ. അവ ആകാശത്ത് സന്ധ്യാസമയത്ത് കൂട്ടം കൂടി ട്വിറ്റർ എന്ന് പറയുന്നത് അവയുടെ ശബ്ദത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നേരിയ ട്വിറ്ററിങ് ശബ്ദമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ശരത്കാലത്തിൻ്റെ അതിമനോഹരമായ സംഗീതങ്ങളാണ്. അതുകൊണ്ട് യു ഡോണ്ട് തിങ്ക് ഓഫ് ദ സോങ്സ് ഓഫ് സ്പ്രിങ്. വസന്തകാലത്തിൻ്റെ ഗീതങ്ങളെപ്പറ്റി, അതിമനോഹരമായ സംഗീതത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. കാരണം ശരത്കാലത്തിന് അതിൻ്റേതായ മനോഹരമായ ഗീതങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ 3 സ്റ്റാൻസയിലായി ശരത്കാലത്തിന് ഒരു യഥാർത്ഥ വാഴ്ത്തുപാട്ട് തന്നെയാണ് കവി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തേതിൽ എങ്ങനെയാണ് വൃക്ഷങ്ങളിലും അതുപോലെ തന്നെ മുന്തിരിവള്ളികളിലും ഫലങ്ങൾ നിറയ്ക്കുന്നത് എന്നും, രണ്ടാമത്തേതിൽ എങ്ങനെയാണ് കാർഷിക പ്രവൃത്തികൾ നടക്കുന്നത് എന്നും, മൂന്നാമത്തേതിൽ ഈ ശരത്കാലത്തിൻ്റെ അതിമനോഹരമായ സായന്തനങ്ങളിൽ എങ്ങനെയാണ് മധുരസംഗീതമായി വിവിധ ശബ്ദങ്ങൾ ഉയരുന്നത് എന്നും കവി പറയുന്നു. താങ്ക് യു.